ഹക്കീം ഉസ്താദ് ഒരിക്കൽ നമുക്ക് ബുഖാരി എടുക്കുന്ന സമയത്ത് ഒരു ബൈത്ത് പാടിത്തന്ന് അവ്വലു ജാമിഉൽ ഹദീസി വല്ലസർ ഇബ്നു ശിഹാബിൻ ആമിർ അല്ലഹു ഉമർ. ആദ്യമായിട്ട് ഹദീസ് ക്രോഡീകരണം നടത്തിയത് ഇബ്നു ശിഹാബ് സുഹ്രിയാണ്. ആമിർ അല്ലഹു ഉമർ, അത് അവരോട് അങ്ങനെ ചെയ്യാൻ അന്നത്തെ ഖലീഫയായിരുന്ന ഉമർ ബിൻ അൽ അബ്ദുൽ അസീസ് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അന്ന് ആ ബൈത്ത് അതിൽ എഴുതി വെച്ച്, എൻ്റെ നോട്ടിൽ ഉസ്താദ് പറഞ്ഞ കേട്ടാണ്ട് എഴുതി വെച്ച്. പിന്നെ ഉസ്താദ് ഒരു ദിവസം നോട്ട് നോക്കി, അപ്പോൾ അതിൽ എഴുതി വെച്ച ചെറിയ തെറ്റോ അതേ ഫുള്ളാക്കാത്ത എന്തോന്നുണ്ട്. ഉസ്താദ് എന്താ അങ്ങനെ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് അൽഫിയയിലുള്ളതാ, സ്വീറ്റ് അത് ഇവിടെ എല്ലാവരും ആ കിതാബ് ഇവിടെ എല്ലാവരും സാർ അതില്ലെങ്കിൽ ഉള്ളിടത്ത് പോയി എഴുതിക്കൊണ്ടിട്ടുണ്ട് ചോദിച്ചു. കിതാബ് ഇവിടെ ഏത് നാട്ടിലാണ് ഏത് കുത്തുബാനയിലുള്ള അന്വേഷിച്ച് അവിടെ പോയിട്ട് എഴുതിക്കൊണ്ടിട്ടുണ്ട് എല്ലാന്ന് പറയലാണ് ചോദിച്ചു. പിന്നെ ഞാനേ കണ്ടെത്തി. അവ്വലു ജാമിഉൽ ഹദീസി വല്ലസർ ഇബ്നു ശിഹാബിൻ ആമിർ അല്ലഹു ഉമർ. ഓ ഞാൻ ആ സംഭവം പറഞ്ഞതേ അതാണ് ഒരു മുത്താലിമിന് വേണ്ടതെന്ന് ഉസ്താദ് പഠിപ്പിച്ചെന്നാ. അത് ഇവിടെ കിതാബില്ല അല്ലെങ്കിൽ ഇല്ല, അല്ല എവിടെയുള്ളത് ഞമ്മക്കൊരു സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എവിടെയായാലും കണ്ടെത്തിയിരിക്കണം എന്നാ. അത് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വാങ്ങണം, കുത്തുബഖാനയ്ക്ക് വാങ്ങണം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്ത് ചെയ്യുക വാങ്ങുക. നമ്മൾ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണില്ലേ, ലാപ്ടോപ്പ് മറ്റൊക്കെ വാങ്ങണില്ലേ, അതുപോലെ എന്ത് ചെയ്യുക കിതാബും വാങ്ങുക. അല്ലെങ്കിൽ അതിൻ്റെ PDF ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും കുത്തുബഖാനയിലുണ്ടോ നോക്കുക. ആരുടെയെങ്കിലും താൽക്കാലം വായ്പ കിട്ടുമോ നോക്കാൻ. സ്വന്തമായിട്ടും പേഴ്സണൽ ലൈബ്രറിയിൽ ഉണ്ടാവും. ഞങ്ങൾ മിസ്കാത്ത് ഓതുണ്ട്, എന്താ ഞങ്ങളിത് തീബ് ഉണ്ടെങ്കിലും തരുമോ, അല്ലെങ്കിൽ ആ തീബിൻ്റെ ആ ഭാഗം മാത്രം പ്രിൻ്റ് എടുക്കുക. എങ്ങനെയായാലും നോക്കിയിരിക്കണം, മറുപടിയല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാം മനസ്സിലാവില്ല, മനസ്സിലായി വരില്ല. മുത്താല ചെയ്ത് ശീലിക്കണം, പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരാൾ റൂമിലേക്ക് വന്നിന്, അതെ ഒരു കൊല്ലായി മുത്താലയിരുന്ന് പക്ഷെ എന്തായിട്ടില്ല തിരിണില്ല അറിഞ്ഞാണ്ട്, ഒരു കൊല്ലായി മുത്താല ചെയ്തെന്നാണ്. അപ്പോൾ മിന്നാജിൽ മനസ്സിലാണ്ട് ഒരു കൊല്ലൊക്കെ മുത്താല ചെയ്താൽ കുറച്ചൊക്കെ മനസ്സിലാകണ്ടേ. അപ്പം അങ്ങോട്ട് ചോദിച്ചു, ഒരു കൊല്ലം മുത്താല ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഒരു കൊല്ലം മൊത്തം മുത്താലേനി ഇരുന്നങ്ങ് മുത്താലേനി ഒരു കൊല്ലം അതല്ല. എന്നാൽ പിന്നെ ഒരു കൊല്ലപ്പോൾ ഒരു ദിവസം ഒരു 5 മിനിറ്റ് നോക്കുക, അങ്ങനെയൊക്കെ പാടെ കൂട്ടൽ 24 മണിക്കൂർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാകുമോ? അതുണ്ടായിക്കൊള്ളുന്നില്ല. 48 മണിക്കൂർ എന്ത് ചെയ്യുക, മുത്താല ചെയ്ത ടോട്ടൽ സമയം എടുത്ത 48 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ 2 ദിവസം മുത്താല ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് കിതാബൊക്കെ പാടെ തീരണം പറഞ്ഞാൽ അത് നടക്കൂല. കണ്ടോ, ധൃതി പാടില്ല. ഈ ഇപ്പോൾ വലിയ ഉസ്താമാർക്ക് അതുപോലെ മുത്തവല് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾക്ക് ഓൽക്കൊക്കെ കുറേ കിട്ടും, ചിലപ്പോൾ ഓൽക്കും കിട്ടാത്തതുണ്ടാവും. അപ്പോൾ ഓലോട് കമ്പയർ ചെയ്യുക, ഓൽക്കെല്ലാം കിട്ടുന്നുണ്ട്, ഞാനൊരു കൊല്ലം അധ്വാനിച്ചിട്ട് കിട്ടണില്ലല്ലോ, എനിക്ക് എന്ത് സെറ്റാവില്ല. അങ്ങനെയല്ല, ഓല 5, 6, 7, 8 കൊല്ലായി 10 കൊല്ലായി ആ നിരന്തരമായ മുത്താലയത്തിലൂടെ ഓല എന്ത് ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശീലിച്ച്. അപ്പോൾ ഓലെപ്പോലെ ആകണമെങ്കിൽ അത്ര സമയം എടുക്കും, ശരിയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള അധ്വാനം അതിനുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ചല്ലേ അധ്വാനിച്ചിട്ടുള്ളൂ, ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കേണ്ടി അല്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം എന്താ ചെയ്യുക, ഒരു കൊല്ലം കൂടി കഴിഞ്ഞ്, അപ്പോൾ ആ കൊല്ലത്തിൽ ഒരു 5 മിനിറ്റ് നോക്കിയിനി, അവൻ 2 കൊല്ലം ഞാൻ മുത്താല് എന്നിട്ട് എന്താക്കണില്ല, എനിക്ക് കിതാബ് തിരിയണില്ല. പിറ്റേത്തെ കൊല്ലം ഒരു 10 മിനിറ്റ് കൂടി നോക്കി, എന്നിട്ട് 3 കൊല്ലം മുത്താല ചെയ്ത്. അങ്ങനെയല്ല, മുത്താലയ്ക്ക് അതിനു വേണ്ടി നിങ്ങൾ എത്ര സമയം ചിലവാക്കി എന്ന് നോക്കണം. ഈ കുട്ടികൾക്ക് പഠനത്തിൽ വരുന്ന ഭയങ്കര പ്രശ്നമാണിത്. ഇന്നലെ ഞാൻ വേറെ ക്ലാസ്സിൽ നഹ്വ് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞ് റെഡിയാകാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓല് ഇതാ പറയുന്നത്, ഒരു കൊല്ലം എന്താ ഇത് നഹ്വ് പഠിച്ച് ഇത് മുതൽ തുടങ്ങിയില്ലേ, ഏത് അവാമിൽ മുതൽ അല്ലെങ്കിൽ മറ്റേ തക്രീമുൽ നിസാ മുതൽ തുടങ്ങി, എന്നിട്ട് ഇപ്പോൾ ഖത്റത എത്തി. ഖത്റത ഫുള്ളായില്ല, കുറേ ആയില്ല. അപ്പോൾ ഒരു കൊല്ലം എന്ത് പഠിച്ച് നഹ്വ് പഠിച്ച്, ഒരു കൊല്ലം നഹ്വ് പഠിച്ചിട്ട് എന്തായില്ല തിരിയണില്ല എന്ന് പറഞ്ഞു. തിരിയണില്ല എന്ന് പറഞ്ഞാൽ ഓൽക്ക് കറക്റ്റ് കിട്ടൂല എന്നാ. കുറേയൊക്കെ എന്താ ഞാൻ ലെൻ എബ്രഹ അതിൻ്റെ തെർക്കീവൊക്കെ ചോദിച്ചു നോക്കി, ഈ അറാബൊക്കെ ഓലൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നാലും ഓൽക്ക് എന്തായിട്ടില്ല, നഹ്വ് സെറ്റായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓലൊരു കൊല്ലം നഹ്വ് പഠിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളൊരു 15 ദിവസമൊക്കെ നഹ്വ് ടോട്ടൽ പഠിച്ചിട്ടുണ്ടാവുമോ? അതൊക്കെ എന്തായാലും പഠിച്ചിണ്, 15 ദിവസമൊക്കെ എന്തായാലും നഹ്വ് പഠിച്ചിണ് എന്ന് പറഞ്ഞു. അത് ഞാൻ കണക്ക് കൂട്ടി കൊടുത്ത്. ഒരു പീരീഡ് എത്ര ഉണ്ടാവും നമ്മളത്, 3/4 മണിക്കൂർ, 45-40 മിനിറ്റ്. അതിൽ ഉസ്താദ് അങ്ങോട്ട് വരലും പോകും ഒക്കെ കൂട്ടിയാൽ ടോട്ടൽ എത്ര ചെയ്യുക, ഒരു 40. പിന്നെ അതിലുള്ള സംസാരം ഒക്കെ ഒഴിവാക്കിയത് 40 മിനിറ്റ് കൂട്ടുക. 24/24 മണിക്കൂറല്ലേ, 24 × 60 എത്ര കൂട്ടി നോക്കി.
കൂട്ടി സാധേ 24 മണിക്കൂർ ഇൻറ്റു 60 എത്ര മിനിറ്റാ? ഏ 1000 അതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 15 ഒരു 15 ദിവസം പഠിച്ചെന്നല്ലേ പറഞ്ഞത്. ആ കിട്ടിയ സം ടോട്ടലിനെ 15 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കി. 21,000 21,600 അല്ലേ? അപ്പോൾ 21,600 മിനിറ്റാണ് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 15 ദിവസം. അതിന് ഇനി ഒന്ന് 40 ഡിവൈഡ് നോക്കി. ഒരു പീരീഡ് എത്ര? 21,600 എത്ര 40 ഡിവൈഡ് ചെയ്ത് അപ്പം എത്ര? 540 അല്ലേ? ഒരു വർഷത്തിൽ 540 പീരീഡ് ഉണ്ടോ? ഒരു വർഷത്തിൽ ആകെ എത്ര ദിവസമുള്ളൂ? 365 ദിവസമുള്ളൂ. അതിൽ 200 ദിവസം ക്ലാസ് കിട്ടിയാൽ കിട്ടി. 200 300 200 220 ഏകദേശമൊക്കെ അത്ര ക്ലാസ് കിട്ടുക ഇല്ലേ? അപ്പോൾ ഈ ഒരു കൊല്ലം ഈ 15 ദിവസം നെഹ്വ് പഠിക്കണില്ല ഒരു വർഷം. ഞാൻ പറഞ്ഞ കണക്കിന് ബോധ്യപ്പെട്ടോ? 40 മിനിറ്റ് വെച്ച് ഇനിയിപ്പോൾ ഒന്നാം ദിവസത്തിൻ്റെ സമയമൊക്കെ കൂട്ടുകയാണെങ്കിൽ വേറെ കുറേ പരിപാടികളില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു വർഷം നെഹ്വ് പഠിച്ചെന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് അതിൽ നെഹ്വിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഉറക്കവും കുളിയും സംസാരവും അതുപോലെ ഇവിടെയുള്ള മറ്റ് പ്രോഗ്രാമുകളും അത് ഏത് ക്യാമ്പസിലുണ്ടാവും. ഇവിടെ ക്യാമ്പസ് മാത്രമല്ല ഇതിലുണ്ടോ. പിന്നെ പുറത്തുള്ള പരിപാടികൾ, ലീവ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതൊക്കെ കൂട്ടിയിട്ടാന്ന് പറയുന്നത് ഞാൻ ഒരു കൊല്ലം പഠിച്ച് എന്ന് പറയുന്നത്. ഒരു കൊല്ലം പഠിച്ചിട്ടൊന്നുമില്ല. ഒരു 15 ദിവസം തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു 200 വെച്ച് കൂട്ടി നോക്കി. 40 × 200 എത്ര നോക്കി? ഒരു ദിവസം 200 പീരീഡ് നഹ്വിന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടാവും നോക്കി. ഒരു ദിവസം 200 അല്ല, ഒരു ദിവസം 40. അങ്ങനെ ഒരു വർഷത്തിൽ 200 ദിവസം കിട്ടി നോക്കുക. 40 × 200 എത്ര? അസുഖല്ലേ? പെട്ടെന്ന് കിട്ടൂലേ? 8000. അതെത്ര ദിവസം? 8000 മിനിറ്റ്. 24 മണിക്കൂർ. മാറിപ്പോയി. എത്താപ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 1000. അതിനോണ്ടോ ഡിവൈഡ് ആയി? 7 ദിവസം. 7. അപ്പോൾ 7 ദിവസമാണ് ഒരു വർഷത്തിൽ എന്ത് ചെയ്യുക? 200 പീരീഡ് കിട്ടിയാൽ 7 ദിവസം എന്ത് പഠിക്കണുള്ളൂ? നഹ്വ് എന്ന് പറഞ്ഞാൽ നഹ്വിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം അത്രയേ ഉള്ളൂ. അതിനുള്ളത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ലന്നബ്രഹ എന്നതിൻ്റെ തർക്കീബ് നമ്മൾ പറയാതെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഇറാബടക്കം, അതിൻ്റെ അലാമത്ത് എങ്ങനെയാണ്, ലാഹിറത്താണോ, മറ്റെല്ലാ സംഗതികളും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ അത് ആ പഠനത്തിനുള്ള ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? നഹ്വ് എനിക്ക് തിരിയില്ല, സർഫ് തിരിയില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. അത് ടഫാണ്. അത് ടഫൊന്നുമല്ല. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ട് കുറവാണെന്ന് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മുത്താല കണ്ടോ, ഒരു ദിവസം കൊല്ലത്തിൽ ആകെ 1/2 മണിക്കൂർ മുത്താല ചെയ്തിട്ട് എന്നിട്ട് എനിക്ക് പൊന്മുളസ്ഥാനെ പോലെ എന്ത് ചെയ്യണം? തിരിയണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഉസ്താദ് അതിനെടുത്ത് ഒരു എഫേർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ ചെയ്യുക? വേറെ ഒരു ബിരുദധാരി, ഒരു ഉത്തവലെടുത്ത് ഇറങ്ങിയ ഒരു ഉസ്താദ്, അയാൾ അതിനെടുത്തൊരു എഫേർട്ട് ഉണ്ടാവും. ആ എഫേർട്ടായിട്ട് കമ്പയർ ചെയ്യണം. കണ്ടോ, നമ്മളെ എഫേർട്ടും മൂപ്പരെ റിസൾട്ടായിട്ടാണ് എന്ത് ചെയ്യണേ? കമ്പയർ ചെയ്യുന്നത്. അത് ശരിയല്ല. നമ്മളെ എഫേർട്ടിനുള്ള നമുക്ക് കിട്ടുന്നുണ്ടാവും. ഒരു 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 പേജ് വായിച്ചാൽ അതിന് 2 വരിയൊക്കെ ശരിക്കും മനസ്സിലായില്ലെങ്കിലും അതിലെന്തോ പറയുന്നുണ്ട്. അത് മനസ്സിലാവൂലേ? അത് മതി. പിന്നെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? വളർത്തിക്കൊണ്ടുവരില്ല. അത് മുത്താല ചെയ്യണം. എനിക്ക് കിതാബൊക്കെ തിരിയട്ടെ എന്നിട്ട് വേണം ഇൻഷാ അല്ലാഹ് മുത്താല ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. മുത്താല എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗാണ്. നമ്മളെ ലേണിങ്ങിന് പല മെത്തേഡ് ഉണ്ട്. അതിലുള്ള ലേണിംഗ് മറ്റേ ഡ്രൈവിംഗ് ഇപ്പം എങ്ങനെ? ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, സെറ്റായിട്ട് വേണം വണ്ടി എടുക്കാൻ പറഞ്ഞാൽ അത് നടക്കൂല. ഡ്രൈവിംഗ് ട്രയൽ ആൻഡ് എറർ ലേണിംഗാണ്. അതുപോലെ തന്നെയാണ് മുത്താല ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. കണ്ടോ, എറർ വരും, അത് വീണ്ടും എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. അങ്ങനെ അത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെ പ്രശ്നം വരുന്ന വീണ്ടും റെഡിയാക്കിയിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് മാത്രമല്ല കേട്ടോ, മുത്താലയ്ക്ക് മാത്രമല്ല, നമ്മളെ കിതാബിൽ പല വിഷയങ്ങളും അങ്ങനെ ഉണ്ടാവും. ഏത്? ഈ മെത്തേഡിൽ പഠിക്കേണ്ടി ഉണ്ടാവും. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് മെത്തേഡ്. അവിടെയൊക്കെ ഇത് ബാധകമായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംഗതികളും. അത് മുത്താല ചെയ്യണം. അത് ചെയ്ത് ശീലിക്കണം. ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? കിട്ടാത്ത ചോദിക്കുക, ഒപ്പം ഇരുന്നിട്ട് എന്ത് ചെയ്യുക? നോക്കുക.